കലാശാല സിൻഡിക്കേറ്റിന്റെ ഒരു ഉപസമിതി ലോ അക്കാഡമി ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇവിടെ വരികയും വിദ്യാർത്ഥികളിലും തെളിവ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ആ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർഭാഗ്യവശാൽ സിൻഡിക്കേറ്റ് ഉപസമിതി ഒരു തരത്തിലുമുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല എന്നത് അതീവ ഗൗരവത്തോടെ കേരളീയ സമൂഹം കാണേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ പോലും ഈ ലോ അക്കാഡമി ലോ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്ന ഉൾപ്പെടെ ഈ സ്ഥാപനത്തിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ശുപാർശ ചെയ്യാൻ സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് ഏറെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് AIYFന്റെ അഭിപ്രായം. ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നത് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ അംഗങ്ങളായിരിക്കുന്ന ചില ആളുകൾ അത്തരമൊരു ശുപാർശ തയ്യാറാക്കുന്നതിനെതിരായ നിലപാട് സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിൻഡിക്കേറ്റ് ഉപസമിതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ചില ആളുകളുടെ വിധേയത്വം ഈ ലോ അക്കാഡമി ലോ കോളേജിന്റെ ഡയറക്ടർമാരോടാണ് വ്യക്തിപരമായി വിധേയത്വമുള്ള ആളുകളുണ്ട് അക്കൂട്ടബിൾ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ എന്ന ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ലോ അക്കാഡമി ലോ കോളേജിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായ ചില ആളുകളോട് വ്യക്തിപരമായും രാഷ്ട്രീയമായും വിധേയത്വമുള്ള ചില ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ഈ ശുപാർശ തയ്യാറാക്കി കൊടുക്കുന്നതിൽ നിന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയെ വിലക്കിയത്, സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച വരയിൽ എത്താതിരിക്കാൻ ഇടപെട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രധാനമായി പറയാനുള്ളത്, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരായി കേരളത്തിൽ ഏറ്റവും വലിയ സമരം നടത്തുന്ന ഒരു പുരോഗമന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ നേതാവ് സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ അംഗമാണ്. ആ ജില്ലാ നേതാവ് പോലും ഈ മാനേജ്മെന്റിന് അനുകൂലമായ നിലപാട് സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം തുടങ്ങി 17 ദിവസം പിന്നിടുമ്പോഴും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം, സംഘടന ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണവും ഇവിടെ നടത്താൻ തയ്യാറായിട്ടില്ല. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിക്കുള്ളിൽ ഈ മാനേജ്മെന്റിന് അനുകൂലമായ നിലപാട് ആ യുവജന സംഘടനാ നേതാവ് സ്വീകരിച്ചു എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ശക്തമായി കേരളത്തിലെ പുരോഗമന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമാണത് എന്നാണ് AIYFന്റെ അഭിപ്രായം. അല്ല, സിൻഡിക്കേറ്റ് ഉപസമിതിക്കകത്ത് യുവജന സംഘടനാ നേതാവായി അംഗമായിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഞങ്ങളിപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. യുവജന സംഘടനാ നേതാവായിട്ട് ഒരാളല്ലേ അതിനകത്തുള്ളൂ. പുരോഗമന ഇടതുപക്ഷ യുവജന സംഘടനാ നേതാവായിട്ട് അതിനകത്ത് അംഗമായിരിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന് അനുകൂലമായി തീരുമാനമെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത്. ഇല്ല, ഇപ്പൊ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത ഒരു തരത്തിലുമുള്ള ശുപാർശ സിൻഡിക്കേറ്റ് ഉപസമിതി തയ്യാറാക്കി കൊടുക്കുന്നില്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ആ സിൻഡിക്കേറ്റ് ഉപസമിതിക്കകത്ത് നിലപാട് സ്വീകരിച്ച ആളുകളുടെ പേരടക്കം ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ശുപാർശ വേണമെന്ന് R ലതാദേവിയും കോൺഗ്രസിന്റെ അംഗവും ആവശ്യപ്പെട്ടു എന്ന വാർത്ത വന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ അതിനെതിരായ നിലപാട് അവിടെ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന വാർത്തകളും വിവരങ്ങളുമാണ് ഞങ്ങൾക്ക് ലഭ്യമായത്. റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സർവകലാശാല എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അങ്ങനെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയൂ. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഉപസമിതി അതിന്റെ ഉത്തരവാദിത്തം കടമ ശരിയാവണ്ണം നിർവഹിച്ചില്ല എന്ന അഭിപ്രായമാണ് AIYFനും. ആ അംഗങ്ങൾ അയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു എന്നുള്ളതാണ്. അയാൾ മാത്രം ഇടപെട്ടതുകൊണ്ട് തീരുമാനം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു. അതിനകത്ത് ഏറ്റവും ഗൗരവമായ വിഷയം, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായി കേരളത്തിൽ വലിയ സമരം നടത്തുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇത്തരം ഒരു നിലപാട്